ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കസ്റ്റഡിയിൽ വിട്ടതോടെ മുൻ കേസുകളിൽ നിന്നും വ്യത്യസ്തമായ നീക്കത്തിലാണ് അന്വേഷണ സംഘം. കേസിലെ തെളിവെടുപ്പിനായി വ്യാപക പരിശോധനയിലേക്ക് കടന്ന അന്വേഷണ സംഘം പാലക്കാട്ടെ ഹോട്ടലിൽ പരിശോധന നടത്തിക്കഴിഞ്ഞു. പ്രത്യക്ഷത്തിൽ കോൺഗ്രസിൽ നിന്നും പുറത്താണെങ്കിലും MLA ആയി രാഹുൽ തുടരുകയാണ്. രാഹുലിനെതിരായ നിയമ നടപടി കോൺഗ്രസിന് തിരിച്ചടിയാകുമോ എന്നാണ് അറിയേണ്ടത്. വിഷയത്തിൽ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നോക്കാം. രാഹുലിനെ ശിക്ഷിച്ച വിധിക്ക് പിന്നാലെ തിരുവല്ല കോടതി പരിസരത്തെ സാധാരണ മനുഷ്യർ ഞങ്ങളുടെ പ്രതിനിധി അമൽ സുരേന്ദ്രനുമായി നടത്തിയ പ്രതികരണങ്ങൾ കേട്ടുവരാം. അമലിലേക്ക്. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് കുരുക്കുമുറുകി രാഹുൽ മാങ്കൂട്ടം ഇന്ന് തിരുവല്ല മജിസ്ട്രേറ്റിന് മുമ്പിലെത്തിയപ്പോൾ സമാനതകളില്ലാത്ത പ്രതിഷേധമായിരുന്നു കോടതി പരിസരത്ത് അലയടിച്ചത്. ഒപ്പം ചീമൊട്ടയേറും അധിക്ഷേപ കമന്റുകളും പോസ്റ്ററുകളും. ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് ചിലത് പറയാനുണ്ട്. സത്യം വെളിയിൽ വന്ന് രാഹുൽ നിരപരാധിയാണെങ്കിൽ രാഹുലിന് ഒരിക്കലും അതൊരു തിരിച്ചടിയാകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ളവനെ വെളി വിടുകയേ ചെയ്യരുത്. കാരണം ഈ പെൺകുട്ടികളെ ഇങ്ങനെ നശിപ്പിക്കുന്നവന്മാരെ ഭൂമിക്ക് മേളിൽ വെച്ചോണ്ടിരിക്കരുതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നും രണ്ടിലും വലിയ അന്വേഷണം കാര്യമായിട്ടുണ്ടായില്ല. ഇപ്പൊ ഈ മൂന്നാമത്തെ കേസിൽ ശരിക്കും അത് ഇങ്ങനെ പ്രതികരിക്കണം ആൾക്കാർ. അവനെ ഒരിക്കലും വിടല്ലേ, അവനെ അടിച്ച് അവനെ ജപിക്കലും ഒട്ടിക്കണം. അതുകൊണ്ട് ഒരിക്കലും അവനെ കളവേ പിടിക്കുക ഒന്നും ചെയ്യല്ലേ. ഇവളുമാർ ഈ കൊച്ചു ചെറുക്കൻ്റെ സൗന്ദര്യം എല്ലാം കണ്ട് ഇങ്ങനെ പുറകെ ചെല്ലുമ്പോൾ ഇവളുമാരെ കൂടി ഇതുപോലെ തന്നെ ഇവർ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ തന്നെ കൊണ്ടുവരണം, നാണം കെടുത്തണം. നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എളുപ്പമായി പോയി, ചിലപ്പോൾ കിട്ടുമായിരിക്കും. കസ്റ്റഡി കിടക്കട്ടെ, അവർ ചോദ്യം ചെയ്തോളൂ. നിയമപരമായ രീതിയിൽ അവർ കൈകാര്യം ചെയ്തോളൂ. കുറ്റം വിമുക്തനാകാൻ ചാൻസ് കുറവാണ്. കാരണം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി തന്നെ ജയിലിൽ തന്നെ പോകണമെന്ന് തന്നെ ആഗ്രഹം. ബലാത്സംഗം അതുപോലെ പീഡനവും നടത്തിക്കൊണ്ട് രാഷ്ട്രീയമായിട്ട് ഇടപെടൽ നടത്തിക്കൊണ്ടുള്ള ഇവരെ ഒരു കാരണവശാലും വെച്ച് ഉറപ്പിക്കല്ല, ഇവരെ ആജീവനാന്തം ജയിലിടണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. എനിക്ക് പറയാനുള്ളത് ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും അയാളെ വേട്ടയാടുക ഇത് ഒരിക്കലും പാടില്ല. അതിൽ വിവാഹിതരായ പെണ്ണുങ്ങളല്ലേ പരാതി കൊടുത്തിരിക്കുന്നത്. ഒരുത്തം വിളിച്ചാൽ അങ്ങനെ പോകുമോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കലും കുറ്റക്കാരനല്ല. ഒന്നും രണ്ടും നമ്മൾ വെറുതെ കിട്ടും. പുള്ളി വെളി പുറത്തല്ലായിരുന്നു, മുങ്ങിയിരിക്കുമല്ലായിരുന്നു. അപ്പം മൂന്നാമത്തേന് അത് പിടിച്ചുപോയി. സമ്മിശ്രമാണ് ജനങ്ങളുടെ പ്രതികരണം. രാഹുലിനെതിരെ രോക്ഷമിരമ്പി ഒരു വിഭാഗം, വലിയ പ്രതിഷേധമുണ്ട് അവർക്ക്. മറുവിഭാഗമാകട്ടെ രാഷ്ട്രീയ മുതലെടുപ്പ് എന്ന വാദം ഉയർത്തുന്നു. വാദപ്രതിവാദങ്ങളുണ്ട്. അതിനിടയിൽ നീതിയാണ് പ്രധാനം. നീതി പുലരുക തന്നെ വേണം. തിരുവല്ലയിൽ നിന്ന് ദീപക് ജേക്കബിനും ജെറിക്കുമൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം. ശരി അമൽ, എന്താണെങ്കിലും ബഹുജനം പലവിധമാണ്. പക്ഷേ അതിൽ മുന്നിട്ട് നിൽക്കുന്ന അഭിപ്രായം എന്തെന്ന് പ്രേക്ഷകർക്കും തിരിച്ചറിയാൻ എളുപ്പം സാധിച്ചിട്ടുണ്ടാകും.